ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 23ാമത്തെ ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെഷ്യൽ ആംഗിൾസ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെഷ്യൽ ആംഗിൾസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഇപ്പോൾ sin 0, sin 30, sin 45, sin 60, sin 90 ഇതേപോലെ തന്നെ സൈൻ്റെ പോലെ തന്നെ കോസ്, ടാന്, കോട്ട്, കൊസീക്ക്, സീക്കിനൊക്കെ എന്താണ് ഇതിനൊക്കെ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം, ഒരിക്കലും തെറ്റാൻ പാടില്ല. പിന്നെ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് സൈനും കോസും ടാനും മാത്രം പഠിച്ചാൽ മതി. ബാക്കി കൊസീക്കും സീക്കും കോട്ട് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പം sin 90 എന്ന് പറഞ്ഞത് 1/2 ആണെങ്കിൽ കൊസീക്ക് 90 എത്രയായിരിക്കും? 2/1 ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ തിരിച്ചിട്ടാൽ മതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലെയാണ് കാര്യം. ഈ സൈൻ കോസ് ടാന് ഈ എല്ലാ വാല്യൂസും ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരും. അപ്പം നമുക്ക് അവിടെ എല്ലാ സൈഡ്സും തന്നിട്ട് നമ്മളോട് ഒരു ആംഗിളിൻ്റെ കോസ് എത്ര, സൈൻ എത്ര എന്നൊക്കെ ചോദിക്കുക. ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ആ ആംഗിൾ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ തീറ്റ എന്നല്ല തന്നിട്ടുണ്ടാവുക, 60, 30, 45 എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സൈഡും ഉണ്ടാവില്ല. ഇപ്പോൾ ആ ഒരു ആംഗിളും നമ്മുടെ അടുത്ത് വേറെ ഒരു സൈഡിൻ്റെ ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ സൈഡിൻ്റെയും കോസിൻ്റെയും ഒക്കെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് ആ സൈഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഈ വാല്യൂ തരില്ല. ഈ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് പല തരത്തിൽ ചോദിക്കാം കേട്ടോ. നോക്കിയിട്ട് നമ്മൾ ഒരാൾ ഇവിടെ നിന്നിട്ട് അവിടെയുള്ള ഇതിനെ പടം വരച്ച് തന്നിട്ടുണ്ടാവും. അല്ല, ഈ പടം നമ്മൾ വരയ്ക്കേണ്ടി വരും ചിലപ്പോൾ. നമ്മളത് നന്നായിട്ട് നോക്കിയിട്ട് ഇവിടെ പോസ്റ്റിലുള്ള കിളീനെ നോക്കുന്നു. അപ്പോൾ ഇത്ര ആംഗിളിൽ നോക്കുന്നു. അപ്പോൾ ആ പോസ്റ്റിലേക്കുള്ള ലെങ്ത് എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് പോലെ നമ്മൾ വരച്ചിട്ട് ചെയ്യാം. സംഭവം ബേസിക് ഇത്രയാണുള്ളത്. ഇതിൽ വേറെ കൂലങ്കുഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ വാല്യൂസ് പഠിക്കുക, അത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ വരച്ചെടുക്കണം. വരയ്ക്കണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ ഗൈഡിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. കുറേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. 1-2 ക്വസ്റ്റ്യൻസ് നമുക്കതുപോലെ നോക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ട്രിഗണോമെട്രിക് വാല്യൂസ് ആണ്. സൈൻ എ വരുമ്പോൾ 0 ഡിഗ്രിക്ക്, 30 ഡിഗ്രിക്ക്, 45-ന്, 60-ക്ക്, 90-ക്ക് ഈ വാല്യൂസ് കാണാണ്ട് പഠിക്കാം. കാണാണ്ട് പഠിക്കാന്ന് പറയുമ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ നിൽക്കണ്ട. സൈനും കോസും ടാനും മാത്രം പഠിക്കുക. അപ്പോൾ കൊസീക്കും സീക്കും കോട്ട എന്തായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. ഇപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ സൈൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ കൊസീക്കാണ്. കൊസീക്ക് 30 എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം റെസിപ്രോക്കൽ അല്ല. 1/2-നെ 2/1 എന്ന് എഴുതാം. അപ്പോൾ അത്രയും വാല്യൂസ് നമ്മൾ കാണാണ്ട് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാനുള്ളത് ആ വാല്യൂസ് വെച്ചിട്ടുള്ള കണക്കുകളാണ്. ഇപ്പോൾ ഇതേ ഒരെണ്ണം നോക്കി നോക്കിയേ. ഇവാലുവേറ്റ് സൈൻ 47 ഡിഗ്രി ബൈ കോസ് 43 ഡിഗ്രി പ്ലസ് കോസ് 43 ഡിഗ്രി ബൈ സൈൻ 47 ഡിഗ്രി മൈനസ് 4 കോസ് സ്ക്വയർ 45 ഡിഗ്രി. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിന് എന്താണ് സ്ക്വയർ ചെയ്യാണ്. ഈ സൈഡ് നമ്മൾ ചെയ്യാണ്. കാരണം സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ എന്ന് പറയണത് കാരണം 43-ക്കും അതേപോലെ തന്നെ 47-ഒന്നും നമുക്ക് വാല്യൂസ് കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആകെ നമുക്ക് 45, 30 അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനത്തെ സൈഡുകൾ ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും അതൊക്കെ ചെയ്ത് വരുമ്പോൾ എന്താണ്, ഇവർ പൊക്കോളും. ഇവർ പോവും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കിത് 1 ആയിട്ട് കിട്ടും. ഈ രണ്ടെണ്ണം, അതായത് ഇത് ബൈ 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 തന്നെയാണ്. 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 1 + 1 കിട്ടും. ഇവിടെ എന്ന് പറയണത് കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 4 × 1/2 കിട്ടും. ഈ സ്ക്വയർ ചെയ്യുമ്പോൾ √2 പോവും.
അപ്പോൾ ഇവിടെ ആൻസർ -2 വരും. അപ്പോൾ 0 വരും. അപ്പോൾ നമുക്കറിയാത്ത വാല്യൂസുകൾ വരികയാണെങ്കിൽ അത് എന്തായാലും വെട്ടിപ്പോവാനുള്ളതായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അതിന് നോക്കിയൊക്കെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിരിക്കുകയാണ്. അതിൽ sin 60 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കാണണം. എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എക്സിൻ്റെ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 60 വെച്ച് എന്തെങ്കിലും ചെയ്യാം. sin 60 കാണാം. കാരണം എന്താ? അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ആ ഹൈപ്പോട്ടന്യൂസ് വരാം. sin 60ക്കും വാല്യൂ ഉണ്ട്. കോസ് ചെയ്യാൻ പറ്റില്ല, കാരണം കോസിനിവിടെ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് വാല്യൂ ഉള്ളത് വെച്ചിട്ട് എക്സ് കാണാൻ പറ്റുന്നത് sin 60 ആണ്. അപ്പോൾ AB ബൈ AC കിട്ടി. AB എന്ന് പറയുന്നത് എക്സ് ആണ്. AC എന്ന് പറയുന്നത് 100 ആണ്. sin 60 3/√3/2 ആണ്. വാല്യൂ ചെയ്യുമ്പോൾ 50√3 എന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള എല്ലാ കണക്കുകളും പറ്റുവാണെങ്കിൽ ചെയ്ത് പഠിക്കാം.